നമ്മുടെ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം പിണറായി വിജയൻ വേദി പങ്കിട്ടതും വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ എന്ന പുകഴ്ത്തിയതുമൊക്കെ വലിയ വിവാദമായിരുന്നു, ഷോൾ അണിയിച്ചതുമല്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വേദി പങ്കിടാൻ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും എം ലിജുവും ഇന്ന് വൈകിട്ട് ആലപ്പുഴ പഴവീട് കൃഷ്ണ കൺവെൻഷൻ സെന്ററിലെ കേരള കൗമുദിയുടെ വാർഷികാഘോഷമാണ് പരിപാടി. ദീർഘനാളിന് ശേഷമാണ് വെള്ളാപ്പള്ളിയുമായി ഇവർ വേദി പങ്കിടുന്നത്. മന്ത്രിമാർ നേരിട്ടെത്തുമെന്ന് സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. MLA-മാരായ ജി സുധാകരൻ, പി പ്രസാദ് എന്നിവരും പങ്കെടുക്കും. ക്ഷണമുണ്ടെങ്കിലും അസൗകര്യം മൂലം സജി ചെറിയൻ MLA പങ്കെടുക്കില്ല. നേരത്തെ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതും വെള്ളാപ്പള്ളി നടേശനെ SNDP-യുടെ ഒരു വേദിയിൽ വെച്ച് പുകഴ്ത്തിയതുമെല്ലാം വലിയ വിവാദമായി മാറിയിരുന്നു. മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ പിന്നീടത് മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ തിരുത്തിയെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശന് ഏൽക്കേണ്ടി വന്നത്. ഇന്നിപ്പോൾ ആ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് രമേശ് ചെന്നിത്തലയും എം ലിജുവും ഒരേ വേദിയിലെത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2 UDF മന്ത്രിമാർ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വേദി പങ്കിടുന്നുണ്ട്. മനീഷ് മഹിപാൽ വേദി പങ്കിടുന്നു എന്നതിനുമപ്പുറം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഈ മന്ത്രിമാർ പറയുന്നത് എന്തും ഒരു പ്രധാന വാർത്തയായി തീരും. കാരണം ഇതുപോലെ SNDP-യുടെ യോഗത്തിൽ വെച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ കുമാരനാശാന് ശേഷം ഏറ്റവും കൂടുതൽ കാലം നയിച്ച ഒരു നേതാവെന്ന നിലയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയുള്ള താരതമ്യമൊക്കെ വന്നത്. ഇന്നിപ്പോൾ കേരള കൗമുദിയുടെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. രണ്ടുപേരും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ മനീഷ് മഹിപാൽ? അരുൺകുമാർ, രണ്ടുപേരും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവും ഇന്ന് വൈകിട്ട് 4 മണിക്ക് വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് 6 മണിക്ക് ആലപ്പുഴയിലെത്തി 6 മണിക്ക് പരിപാടി കേരള കൗമുദിയുടെ 115ാം വാർഷിക ആഘോഷ പരിപാടിയാണ്. ആ പരിപാടിയിൽ ജില്ലയിലെ MLA-മാർക്ക് ആദരിക്കുന്നുണ്ട്. ആദരവിന്റെ ചടങ്ങുണ്ട്. ഇന്നലെ രണ്ടുപേരെയും ക്ഷണിച്ച രണ്ടുപേരും എത്തുമെന്നുള്ള കാര്യം കേരള കൗമുദി സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുൻ മന്ത്രിയും MLA-മായിട്ടുള്ള സജി ചെറിയാനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എത്തുകയിൽ അദ്ദേഹത്തിന് അസൗകര്യം അറിയിച്ചിട്ട് മറ്റൊരു പരിപാടി ഉണ്ട് എന്നാണ് അദ്ദേഹം അറിയുന്നത്. സാധാരണഗതിയിൽ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ നേരിട്ട് ക്ഷണമുണ്ടെങ്കിൽ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ വിട്ടു നിൽക്കാത്ത ഒരു സ്ഥിതി ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ മുൻ മന്ത്രി സജി ചെറിയാൻ വിട്ടു നിൽക്കുമ്പോഴാണ് നേരത്തെ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ദീർഘനാളിന് ശേഷമാണ് ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തലയും എം ലിജുവും വേദി പങ്കിടുന്നത് എന്ന വലിയ പ്രത്യേകത കൂടിയുണ്ട്. MLA-മാർ ജി സുധാകരനും പി പ്രസാദും പങ്കെടുക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങിയത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനുമായി പൊതുവെ കോൺഗ്രസ് UDF നേതാക്കൾ അകലം പാലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള സന്ദർഭത്തിലാണ് ഇപ്പോഴിതാ വെള്ളാപ്പള്ളി നടേശന്റെ തന്നെ സംഘാടനത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് മുഖ്യ അതിഥിയായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും എം ലിജുവും എത്തുന്നത്. ഈ വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ പറ്റിയുള്ള പരാമർശങ്ങൾ, വെള്ളാപ്പള്ളിയെ പറ്റി എന്ത് പറയും, വെള്ളാപ്പള്ളി നടേശൻ തിരിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി അതായത് ഭരണപക്ഷത്തെ പറ്റി എന്ത് പറയും എന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. 6 മണിക്കാണ് പരിപാടി. എന്താണെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആ പരിപാടിയിൽ പങ്കെടുത്ത് ഇരു കൂട്ടരും സംസാരിക്കുന്നതും ഒക്കെ തന്നെ രാഷ്ട്രീയമായി വലിയ വിശേഷങ്ങൾ ഉള്ളതാണ്, വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉള്ളതാണ്. എന്താണെങ്കിലും വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ പഴവീട് കൃഷ്ണ കൺവെൻഷൻ സെന്ററിലാണ് ഈ പരിപാടി. അരുൺകുമാർ, താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.